മലയാള സിനിമാ മേഖലയിലെ സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോരാണ് കേസിന് കാരണമെന്ന് സിദ്ദിഖ്. AMMയും WCCയും തമ്മിൽ നടക്കുന്ന തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് സിദ്ദിഖിന്റെ ആവശ്യം. സിദ്ദിഖ് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് മലയാള സിനിമാ മേഖലയിലെ സംഘടനകൾ തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് പറയുന്നത്. ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതെന്നും സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ ജൂനിയറായ രഞ്ജിത റോത്തഗിയാണ് സുപ്രീംകോടതിയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തത്. കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിനെതിരെയും ആരോപണങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയിലുണ്ട്. പരാതി നൽകിയതിനും കേസെടുക്കുന്നതിനും 8 വർഷത്തെ കാലതാമസമുണ്ടായി. കഴിഞ്ഞ 5 വർഷത്തിനിടെ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നതെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സിദ്ദിഖിനു വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി മലയാള സിനിമാ സംഘടനകളുടെ ചേരിപ്പോര് സുപ്രീംകോടതി മുമ്പാകെ വിശദീകരിച്ചേക്കും. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന രജിസ്ട്രാർക്ക് രഞ്ജിത റോത്തഗി കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിന്റെയും തീയതിയുടെയും കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് വിവരം. അതേസമയം സംസ്ഥാന സർക്കാരും പരാതിക്കാരിയും സുപ്രീംകോടതിയിൽ തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.